നിങ്ങൾ അറിഞ്ഞില്ലേ, ചൊവ്വാഴ്ച സ്കൂൾ അവധിയാണത്രേ. ആഹാ, അത് നല്ല കാര്യമല്ലേ. ഞാൻ പോയി 2 കിലോ കോഴി വാങ്ങി വരാം. എപ്പോ നോക്കിയാലും ഈ കോഴി തിന്നേണ്ട വിചാരമുള്ളൂ മനുഷ്യ. നിങ്ങൾക്ക് ആരെങ്കിലും ഈ കോഴിയിൽ കൈവശം ചേർത്ത് തന്നിട്ടുണ്ടോ? എടി, കോഴിക്ക് ഇപ്പം കിലോ 150 രൂപയേ ഉള്ളൂ. നല്ലൊരു മീൻ മേടിക്കണേ കൊടുക്കണം 300 രൂപ. പിന്നെ കോഴിയിലുള്ള പോഷക മൂല്യത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാ പറയണ്ട. ഞാൻ പറയുമെടി. വിറ്റാമിൻ സി, വിറ്റാമിൻ എ, കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തേ? ഇന്നത്തെയും നാളത്തെയും ദിവസത്തിന്റെ പ്രാധാന്യം വല്ലതും അറിയോ? ഇന്ന് ശനി, നാളെ ഞായർ. ഇന്നേ നവമി അറിയോ? അയ്യോ, അത് ശരിയാണല്ലോ. ഓ, അതിന്റെ അവധിയായിരുന്നല്ലേ. അതെ, അതിനിടയിലാ നിങ്ങളെ ഒരു കോഴി. 2 ദിവസം പ്യോർ വെജിറ്റേറിയനാ. സോറിടി, അവധി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് കോഴിക്ക് വേണ്ടി തുടിച്ചു. ഇനി 2 ദിവസത്തേക്ക് ഏതായാലും തുടിക്കണ്ട. ഏതായാലും 2 ദിവസത്തേക്കുള്ള പച്ചക്കറി മേടിച്ചു വാ. പറഞ്ഞു തരാം. 500 തക്കാളി, 1 കിലോ. അതവിടെ നിൽക്കട്ടെ. ടിൻഡു എവിടെ പോയി? ടിൻഡു പൂജയ്ക്ക് വെക്കേണ്ട പുസ്തകവുമായി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റയ്ക്കാണോ പോയത്? അതെ. ദീപവും കൂടി പോകേണ്ടതായിരുന്നു. പക്ഷെ അവന്റെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കളഞ്ഞു പോയത്രേ. പൂജയ്ക്ക് വെക്കേണ്ട സമയത്ത് തന്നെ ടെക്സ്റ്റ് ബുക്ക് കണ്ട് കളഞ്ഞോ? ശരി, പെട്ടെന്ന് കോഴി കൊണ്ടുപോവാ. പച്ചക്കറി കൊണ്ടുപോവാ. നിന്റെ ടെക്സ്റ്റ് ബുക്ക് കാണാതായി അല്ലേ ദീപു? ഓര് പറഞ്ഞു നീയല്ലേ രാവിലെ മെസ്സേജ് അയച്ചത് സം ടെക്സ്റ്റ് മിസ്സിംഗ് എന്ന്. ഞാൻ നമ്മളെ ടിൻഡുവിനെ കാണാൻ വന്നേനു. എന്തേ ഇപ്പൊ ടിൻഡുവിനെ കൊണ്ട് വല്ല കോമഡിയും കേൾക്കാനാണോ? അതല്ല, നമ്മളെ ചെറിയോനെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടിൻഡുവിന്റെ വല്ല കോച്ചിങ്ങും കിട്ടുമോന്നറിയാനാ. ഓ, അതിനെന്താ, ടിൻഡു മിമിക്രിക്കും മോണോ ആക്ടിനൊക്കെ എന്നും ഫസ്റ്റ് അല്ലേ? അത് ശരി, ഇപ്പൊ മിമിക്രിക്കാർക്കാണല്ലോ ഡിമാൻഡ് അല്ലേ. നാളെ മോൻ വലിയ സിനിമക്കാരനൊക്കെ ആവൂല നാര് കണ്ട്. ശരിയാ, എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ടിൻഡു വലുതായാലും ഒരു സിനിമ നടനാവുമെന്ന്. ടിൻഡുവിന്റെ കാര്യമല്ല പറഞ്ഞെന്ന്, നമ്മളെ മോൻ ജബ്ബാറിന്റെ കാര്യമാണ്. അവനെങ്ങനെ അഭിനയിക്കുവോ? പിന്നെ ഉസാറല്ലേ, പക്ഷെ പഠിത്തത്തിന് ഇത്തിരി ബാക്കാ. അതിപ്പോ ടിൻഡുവിന്റെ കാര്യം കണക്കാ. നമ്മളെ തറവാട്ടിൽ എല്ലാരും അത്യാവശ്യം പഠിത്തക്കാരാ. അപ്പൊ ഓനും മോശാവരുതല്ലോ. നിങ്ങളുടെ തറവാടിന്റെ പഠിത്തക്കാരോ? ഒന്ന് പോ മൂസാക്ക. ഞാൻ 8ാം ക്ലാസ് പാസ്സല്ലടോ. ഭയങ്കരം തന്നെ. അല്ല, ടിൻഡു ഇപ്രാവശ്യത്തെ കലോത്സവത്തിലൊന്നും പങ്കെടുക്കുന്നില്ലേ? മിമിക്രിക്കും മോണോ ആക്ടിനൊക്കെ എന്തായാലും അവനുണ്ട്. ഇത്തവണ ചെണ്ട കൊട്ടലിനുണ്ടെന്നാ കേട്ടത്. അല്ലേലും ഓന് മറ്റുള്ളവരെ ചെണ്ട കൊട്ടിക്കാനാണല്ലോ താല്പര്യം. അവനിപ്പൊ ചെണ്ട വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാ. വാങ്ങിക്കൊടുത്താ കൊട്ടി സൗകര്യം തരില്ല. വരുന്നുണ്ട്. അച്ഛാ, എനിക്ക് ചെണ്ട വാങ്ങി തരോ അച്ഛാ? ഇല്ല, നീ അതുകൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യും. ഇല്ല അച്ഛാ, ഞാൻ എല്ലാവരും ഉറങ്ങിയാലേ എടുക്കത്തുള്ളൂ. ജോത്സ്യരെ, എനിക്ക് പഠിത്തത്തിൽ തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. എന്താവും കാരണം? സമയദോഷമാവും കാരണം. എന്റെ ജാതകം നോക്കിയാൽ സംഗതി ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ലേ? ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെനിക്ക് ജാതകം നോക്കേണ്ട കാര്യമില്ല കുഞ്ഞേ. നിന്റെ നയനങ്ങളിലേക്കൊന്ന് ദർശിച്ചാ മതി. എന്നതാ? കേട്ടിട്ടില്ലേ ശ്ലോകം? ദർശനസ്യ നയനോ താരമർഹസ്യ എന്ന്. നയൻതാരയോ? അല്ല, കാവ്യാമാധവൻ. എടാ, നിന്റെ കണ്ണ് നോക്കിയാ മതി, എനിക്കെല്ലാം പറയാൻ പറ്റും. അപ്പൊ താങ്കൾക്ക് ജാതകം നോക്കാൻ അറിയില്ല. സംഗതി തട്ടിപ്പാണല്ലേ? എടാ, ജാതകം നോക്കേണ്ട ആവശ്യം വരുന്നില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും അരച്ച് കലക്കി കുടിച്ചവനായി ഞാൻ. എനിക്കും തരോ? എന്ത്? അല്ല, നേരത്തെ പറഞ്ഞ അരച്ച് കലക്കിയ സാധനം. ഇവൻ ആട് ശരിയല്ലല്ലോ. അടുത്ത നമ്പർ ഇട്ട് നോക്കാം. നിന്റെ ഈ ഓർമ്മക്കുറവിന് പരിഹാരമുണ്ട് മകനെ. ഇത് ഗുളികന്റെ അപഹാരം കൊണ്ടുണ്ടായതാ പ്രശ്നമാണ്. അതിനെന്താ ചെയ്യാ? ഗുളിക കഴിച്ചാ മതിയോ? ഒരു വഴിയുണ്ട്. കാളി ക്ഷേത്രത്തിൽ 15 ദിവസം തുടർച്ചയായി രക്തപുഷ്പാഞ്ജലി നടത്തണം. 2 നാൽക്കാലികളെ കാളി ക്ഷേത്രത്തിൽ ബലി കൊടുക്കണം കേട്ടോ. അമ്പടാ, ചുളുവില് കാളയിറച്ചി കഴിക്കാനുള്ള പരിപാടിയാ. 2 കോഴി പോരെ? ചിക്കൻ പോരാ, ബീഫ് തന്നെ വേണം. ബീഫോ? അതെ, നാൽക്കാലി 2 എണ്ണം നിർബന്ധമാ. എന്നാലേ വിചാരിച്ച ഫലം കിട്ടൂ. കോഴി നിന്നും അടുത്തപ്പാ. ഒരു പണി ചെയ്യാം. 2 നാൽക്കാലികൾക്ക് പകരം ഒരു 8 കാലിയെ തരാം. ഞാൻ ഇന്നലെ ഒരു
പുതിയ കളിക്കുടുക്ക വാങ്ങി തരണമെന്ന് പറഞ്ഞിട്ട് നീ വാങ്ങി തന്നോ? ഇത് എന്തൊരു കഷ്ടമാ. ഞാൻ എന്തിനാ നിനക്ക് ഇതൊക്കെ വാങ്ങി തരുന്നത്? എന്നാ ശരി, എനിക്ക് ലോലിപോപ്പ് വാങ്ങിത്താ. പിന്നെ ഇത് തന്നെ, എനിക്കിതല്ലേ പണി. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. എനിക്ക് എന്തേലും വാങ്ങി തരണം. എന്താ നിന്റെ വിചാരം? ഞാൻ എന്തിനാ നിനക്ക് ഇതൊക്കെ വാങ്ങി തരേണ്ട കാര്യം? ടിൻഡു, നീ ആള് തീരെ ശരിയല്ല. ഞാൻ എന്താ ചെയ്തെന്നാ? ദീപു പറഞ്ഞല്ലോ നിനക്ക് എന്നെ വലിയ കാര്യമാണെന്ന്. കാര്യമൊക്കെ തന്നെയാ. പിന്നെ അവൻ പറഞ്ഞു നിനക്ക് എന്നോട് ഭയങ്കര ആരാധനയാണെന്ന്. എന്നെ നീ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ. അവൻ അതൊക്കെ പറഞ്ഞോ? പറഞ്ഞു. അതങ്ങനെ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയതാ. അഥവാ നീ എന്നെ ദൈവത്തെ പോലെ കരുതുന്നെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും മേടിച്ചു തരാത്തെന്താ? അത് നിനക്ക് നാണമില്ലേ നാട്ടുകാരുടെ മുഴുവൻ വെറുതെ അതും ഇതും പറഞ്ഞെടുക്കാൻ? എന്ത്? എന്നെ നീ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ? അത് പറയാൻ എനിക്ക് നാണമില്ല. അതെന്താ? ഞാൻ നിന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞത് ശരിയാ. കാരണം ദൈവത്തിന് ആരേലും കളിക്കുടുക്കി ലോലിപോപ്പ് ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ലല്ലോ. അല്ല ഹാജിയാരെ, എന്താ മുഖത്തൊരു പരവേശം? നമ്മുടെ ബീവിക്ക് ഭയങ്കര വയറുവേദന, അപ്പൻഡിസൈറ്റിസാ. അപ്പന്റെ സ്റ്റാറ്റസോ? അതെന്ത് രോഗം? അപ്പൻഡിസൈറ്റിസ് ഭയങ്കര വേദനയാ. അത് വന്നാല് ഓപ്പറേഷനെ രക്ഷയുള്ളൂ. ഏത് ഡോക്ടറെ കാണിക്കുന്നേ? ഡോക്ടർ മാത്തുക്കുട്ടീനെ. കടല് കടന്നെത്തിയ മാത്തുക്കുട്ടിയാണോ? അല്ല, പുഴ കടന്നെത്തിയ മാത്തുക്കുട്ടി. അപ്പുറത്തെ പുഴന്റെ സൈഡിലാ മൂപ്പരാളുടെ വീട്. പുള്ളി ആളെങ്ങനെ? ആളുഷാറാ, നമ്മള് പഴയ പരിചയക്കാരാന്ന്. പണ്ട് മൂപ്പരെ കാണിച്ചീനി. അത് ശരി. എന്നാ മൂപ്പരെ വിളിച്ച് പറ. ഡോക്ടറെ, ഇത് ഞാനാ മുഹമ്മദ്. നമ്മളെ ബീവിക്കേ അപ്പൻഡിക്സ് സൂക്കടെ ഭയങ്കര വേദനയാന്ന്. എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് ഇക്ക? കഴിഞ്ഞ ഡിസംബറിൽ അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ? അത് ശരിയാ, ഇതിപ്പോ രണ്ടാമതും വന്ന് ഓപ്പറേഷൻ എന്തായാലും വേണോ? ഒരു തവണ അപ്പൻഡിക്സ് കട്ട് ചെയ്താൽ പിന്നെ അത് വീണ്ടും വരില്ല. എന്റെ ഡോക്ടറെ, ഓക്കെ അതിന്റെ വേദന തന്നെയാണ്. സ്കാൻ ചെയ്തപ്പോ കണ്ടതാ. ബ്ലഡി ഫൂൾ, അത് രണ്ടാമതും വരില്ല. ഫോൺ ഇങ്ങത്താ, ഞാൻ പറഞ്ഞോളാം. രോഗം രണ്ടാമത് വരില്ല, പക്ഷേ ബീവി രണ്ടാമത് വരും. മൂപ്പരെ രണ്ടാമത്തെ ബീവിക്കാം. ആദ്യത്തേതിനെ എപ്പോഴേ ഒഴിച്ചൊല്ലി. വാങ്ങിക്കൊണ്ടുവന്നതിൽ വെളിച്ചെണ്ണല്ലോ. അയ്യോ, ഞാനത് മറന്നു, സോറി. വല്ലാതെ സോറണ്ട, ഞാൻ തന്നെ പോവാ. ഞാനും വരുന്നു. അമ്മേ നോക്ക്, നമുക്ക് ഈ ഓയിൽ മതി. എന്താ അത് തന്നെ വേണമെന്ന് നീ വാശി പിടിക്കുന്നേ? പ്ലീസ്, എന്താ ഒരു ഭംഗി. അതിന്റെ കന്നാസ് കണ്ടില്ലേ? അവന്റെ ഒരു കന്നാസും കടലാസും അതൊന്നും വേണ്ട, ഏതോ പൊട്ട കമ്പനിയാ. അമ്മേ പ്ലീസ്, ഇത് തന്നെ മതി. എന്നാൽ എന്തെങ്കിലും ഫ്രീ കാണും, വല്ല സ്റ്റിക്കറോ ടാറ്റുവോ. അമ്മയ്ക്ക് സംഗതി മനസ്സിലായി അല്ലേ? ഇത് സ്റ്റിക്കറും ടാറ്റുവും ഒന്നല്ല ഫ്രീ, വേറെന്താ വലുതാ ഗിഫ്റ്റ്. ആ ശരി ശരി, അത് തന്നെ മേടിച്ചോ. ദേ ഞാനിപ്പോ വരാമേ. ചേട്ടാ ഒന്ന് പെട്ടെന്താ, വേഗം പോണം. ദാ എടുത്തോ. അല്ല, സാധനം എവിടെ? ആ മുതലല്ലേ ഈ ഇരിക്കുന്നത്? അതല്ല, ഫ്രീ കിട്ടിയ സാധനം. ഇതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ കുട്ടാ. ആഹാ, ഗിഫ്റ്റ് ഉണ്ടെന്ന് കരുതിയ ഈ പൊട്ട ഓയിൽ വാങ്ങിയത്, അറിയോ? എടാ, നിന്നോടല്ലേ പറഞ്ഞത് ഇതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് ഒന്നും ഇല്ല. എന്നാൽ താൻ തന്നെ നോക്ക്. ടിൻഡു, നിന്നോടാ പറഞ്ഞേ, പോയി കിടക്കാൻ നോക്ക്. അമ്മേ പ്ലീസ്, ഒരു 10 മിനിറ്റ് കൂടെ കാണട്ടെ. ടിൻഡു, നിന്നോടാ പറഞ്ഞേ, പോയി കിടക്കാൻ നോക്ക്. അമ്മേ ഇപ്പൊ കിടക്കാം. ഗഫൂർക്ക ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കിടക്കാം. പറഞ്ഞ നേരെ തന്നെ സമ്മതിച്ച്. ഇതെന്താ TV അടിച്ചു പോയോ? TV അടിച്ചു പോയതല്ല, ഞാൻ ഓഫ് ചെയ്തതാ. എന്റെ കയ്യിൽ നിന്ന് വെറുതെ അടി മേടിക്കണ്ടെങ്കിൽ പോയി കിടക്ക്. പക്ഷെ എന്താ ചെയ്യാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. ആ കിട്ടിപ്പോയി. ആ റിങ് ചെയ്യുന്നുണ്ട്. ആരാ ഈ പാതിരാത്രി? ഒന്നും വായിക്കാനും സമ്മതിക്കില്ല.
ഹലോ. എന്താ ടിൻഡുമോനെ ഈ രാത്രി വിളിക്കുന്നത്? ടീച്ചർ ഇന്ന് ക്ലാസ്സിലെടുത്ത ഭാഗം ഒന്നുകൂടി എനിക്ക് ഇപ്പൊ പറഞ്ഞു തരോ? അതെന്താ ടിൻഡുമോൻ ആ ചാപ്റ്റർ അത്രക്ക് ഇഷ്ടായോ? അതുകൊണ്ടല്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ടീച്ചർ. ആ ചാപ്റ്റർ എനിക്ക് ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞു തന്നാൽ എനിക്ക് സുഖമായിട്ട് പോയി ഉറങ്ങാമായിരുന്നു. ദേ പയ്യൻ ഇങ്ങോട്ട് വാ. സർ എന്താ വേണ്ടത്? എന്തൊക്കെയാ കഴിക്കാനുള്ളത്? ഊണുണ്ട്, പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട. ഞാൻ ആദ്യം പറയാം, എനിക്ക് ചിക്കൻ ബിരിയാണി മതി. എനിക്ക് ബീഫ് മതി. അപ്പോ ഈ സാറിന് ചിക്കനും ഈ സാറിന് ബീഫ് ബിരിയാണി അല്ലേ? ആ ഒരു CBVP. അത് ശരി, നിനക്ക് മാത്രം മുട്ടയോ? എന്റെ മുട്ടയോടെ പോയി? ദേ പയ്യൻ, എന്റെ പേര് പയ്യനെന്നല്ല, ടിൻഡു. ആ ടിൻഡു പയ്യൻ അല്ലേ? എന്താടാ ഇത്? മുട്ട. അതെ മുട്ട, അത് മനസ്സിലായി. ഇവന്റെ ബിരിയാണിയിൽ മാത്രമേ മുട്ട വെച്ചുള്ളൂ. എന്റെ ബിരിയാണിയിലെ മുട്ടയുടെ എനിക്കും വേണം മുട്ട. അയ്യേ, ഇത്രയും വലുതായില്ലേ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ. ചേച്ചേ, ആ നീ അധികം വർത്താനം പറയാതെ നീ പോയി മുട്ട എടുത്തിട്ട് വാ, എന്നിട്ട് മതി സംസാരം. ചേട്ടാ ബീഫ് ബിരിയാണിയിൽ മുട്ട ഉണ്ടാവില്ല. അതെന്താടാ നിനക്ക് മുട്ട വെച്ചാൽ? അതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിലെ പോത്ത് മുട്ടയിടാറില്ല, അതുകൊണ്ടാ.